ഹായ്, എല്ലാ കൂട്ടുകാർക്കും വിദ്യാഭ്യാസത്തിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ സ്ക്വയേഴ്സ് അല്ലെങ്കിൽ വർഗ്ഗങ്ങൾ എന്ന് പറയുന്ന മാത്സിന്റെ ഒന്നാമത്തെ ചാപ്റ്ററിലെ പേജ് നമ്പർ 13 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, പെട്ടെന്ന് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കി വരാം കേട്ടോ. അതിന് മുന്നേ ആയിട്ട് ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ ക്ലാസ്സുകൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പം നോക്കി വന്നാലോ എന്തൊക്കെ പറയാനുള്ളതെന്ന്. ചുവടെ പറയുന്ന സംഖ്യകളുടെ വർഗ്ഗം കണക്കാക്കുക. സിമ്പിളായിട്ട് കണക്കാക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഇവിടെ പോയിന്റ് കണ്ടിട്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഫൈൻഡ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ നമ്പേഴ്സ് ഗിവൺ ബിലോ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് നമ്പേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ സ്ക്വയേഴ്സ് അല്ലെങ്കിൽ വർഗ്ഗങ്ങൾ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് വണ്ണ് 2.3. ഫസ്റ്റ് വണ്ണ് എത്ര കൊടുത്തേക്കുന്നത്? 2.3 ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന്റെ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കണം. ഇതിന്റെ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? സ്ക്വയർ അല്ലെങ്കിൽ വർഗ്ഗമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ശ്രദ്ധിച്ചോട്ടോ മക്കളെ, 2.3 എന്ന് പറയുന്നത് 2.3 എന്ന് പറയുന്നത് നേരത്തെ പോലെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. 2 + 0.3 കൂടെ കൂട്ടുന്നതാണ്. 2നോട് 0.3 കൂട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? 2.3 എന്ന് പറയുന്നത്. 2 എത്ര എന്ന് പറയുന്നത്? 3 എന്ന് പറയുന്നത്. റെഡിയാണോ? ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് എത്ര വരുന്നത്? 2ന്റെ സ്ക്വയർ എന്ന് വരും. ഫസ്റ്റ് വൺ എത്ര വരും? 2ന്റെ സ്ക്വയർ. ദെൻ അടുത്ത എന്താ വരും? പ്ലസ് എന്ന് വരും. അടുത്ത എന്താ? 2 × 0.3 × 2. അത് 2 പ്രാവശ്യം നമ്മൾ ആ കോളം ജസ്റ്റ് നമ്മുടെ മനസ്സിൽ ആലോചിക്കുക. ആദ്യം 2 ആയിരിക്കും വരുന്നത്. അടുത്ത കോളത്തിൽ എത്ര വരുന്നത്? 2 × 0.3 ആയിരിക്കും അല്ലേ. ഇനി ആ 2ന്റെ താഴെയുള്ള കോളത്തിലും എത്ര തന്നെ വരിക? 2 × 0.3 തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് അത് 2 പ്രാവശ്യം വരുന്നതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എത്ര ചേർക്കുന്നത്? 2 ചേർക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു പ്ലസ് കൊടുക്കുക. അടുത്ത ആര ലാസ്റ്റ് ആര വരിക? 0.3ന്റെ എന്താ വരിക? സ്ക്വയർ ആണ് വരിക കേട്ടോ. 0.3ന്റെ എന്താ വരിക? സ്ക്വയർ ആണ്. ഇനി നമുക്ക് ഓരോന്ന് എഴുതാം കേട്ടോ. 2ന്റെ സ്ക്വയർ എത്രയാണ്? 4 ആണ്. പ്ലസ് അതുപോലെ ഇറക്കി എഴുതുക. പ്ലസ് എന്ത് ചെയ്യുക? അതുപോലെ ഇറക്കി എഴുതുക. ഇനി അടുത്തത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം കേട്ടോ. സിമ്പിൾ ആയിട്ട് ചെയ്യാം. 2 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. ശരിയാണല്ലോ. 2 × 2 എന്ന് പറയുന്നത് 4 ആണ്. 4നെ നമുക്ക് എത്ര കൊണ്ടാണ് ഗുണിക്കേണ്ടത്? 3 കൊണ്ട് ഗുണിക്കണം. 4നെ എത്ര കൊണ്ട് ഗുണിക്കണം? പോയിന്റ് മിസ് മൈൻഡ് ആക്കുന്നില്ല, വെറുതെ 3 കൊണ്ട് അങ്ങോട്ട് ഗുണിച്ചു കേട്ടോ. 3 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 12 എന്നാണ് ആൻസർ കിട്ടുന്നത്. 3 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 12. ഇനി നോക്കിക്കേ മക്കളെ, പോയിന്റ് കഴിഞ്ഞിട്ടാണ് 3 കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ആൻസറിലോട്ട് വരുമ്പോൾ ലാസ്റ്റ് നിന്ന് ഒരാളെ മാറ്റിയിട്ട് ഇതാ ഇവിടെ ഒരു കുത്തു കൊടുക്കണം കേട്ടോ. അപ്പോൾ എത്ര വരിക ആൻസർ? 1.2. ഇത് ഗുണിച്ച് തന്നെ നോക്കണം, തെറ്റിപ്പോകും കേട്ടോ. അടുത്ത് നോക്കിക്കേ, 0.3ന്റെ സ്ക്വയർ ആണ് കേട്ടോ. അത് നമുക്കൊന്ന് ഗുണിച്ച് നോക്കാം. 0.3. ഇത് നമുക്ക് എന്ത് മാറ്റിയിട്ട് എഴുതാം? പോയിന്റ് വേണ്ട. അപ്പം 0.3 എന്ന് എഴുതാം കേട്ടോ. 3 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. 3 × 0 0 ആണ്. 0 × 3 എന്ന് പറയുന്നത് 0 ആണ്. 0 × 0 എത്രയാണ്? 0 തന്നെയാണ് അല്ലേ. അപ്പോൾ ആൻസർ നമുക്ക് എത്ര കിട്ടും? 9.0 എന്ന് വരും. പക്ഷെ മക്കളെ, നമ്മൾ എഴുതിയേക്കുന്ന സാധനം എന്ന് പറയുന്നത് 0.3നെ 0.3 കൊണ്ട് ഗുണിക്കുകയാണ് അല്ലേ. അപ്പോൾ ആദ്യം ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരാളുണ്ട്, അതേപോലെ ഇവിടെയും പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഉണ്ട്? ഒരാളുണ്ട് അല്ലേ. അപ്പോൾ ആൻസർ വരുമ്പോൾ 2 ആള് ലാസ്റ്റ് നിന്ന് 2 പേരെ, വലത്ത് നിന്ന് 2 പേരെ മാറ്റി നമ്മൾ എന്തിടണം? ഒരു കുത്തിട്ട് കൊടുക്കണം കേട്ടോ, ഒരു പോയിന്റ് ഇട്ട് കൊടുക്കണം. അപ്പം എത്ര ആൻസർ വരുന്നത്? 0.09. മക്കളെ ചെയ്ത് തന്നെ നോക്കണേ. ഒറ്റടിക്ക് പോയിന്റ് ചില കുട്ടികൾ എഴുതുന്നത് കാണാം, എത്രയാണ്? 9 എന്ന് എഴുതി പോകുന്നത് കാണാം കേട്ടോ. ആൻസർ എത്തുമ്പോൾ തെറ്റിപ്പോകും കേട്ടോ. അപ്പോൾ എത്ര നമുക്ക് കിട്ടുന്നത്? 0.09 എന്നാണ് കിട്ടുന്നത്. ഇനി കൂട്ടുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. സിമ്പിളാണ് ചെയ്യാൻ, പക്ഷെ നന്നായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് കൂട്ടാൻ ഇവിടെ കുറേ സംഖ്യകളൊക്കെ കിടപ്പുണ്ട് അല്ലേ. അപ്പോൾ കൂട്ടുമ്പോൾ ആദ്യം മിസ് 4 എഴുതി കേട്ടോ. ആദ്യം മിസ് എത്ര എഴുതി? 4 എഴുതി. അടുത്ത നമുക്ക് എത്ര എഴുതിയത്? 1.2 എഴുതി. 1.2 എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 4 എന്ന് പറയുന്ന സംഖ്യക്ക് പോയിന്റ് സംഖ്യ ഒന്നും ഇല്ലല്ലോ. അപ്പം മിസ് എന്ത് ചെയ്തത്? ഇവിടെ ഒരു പോയിന്റ് സംഖ്യ ഒന്നുണ്ട്, ഇവിടെ ഒരു പോയിന്റും തെറ്റാണ്ടിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു 0 കൂടെ കൊടുത്തു കേട്ടോ. അടുത്തത് എത്ര വരുന്നത്? 0.09 ആണ്. അപ്പോൾ നമുക്ക് തെറ്റാണ്ടിരിക്കാൻ ഇവിടെ ഒരു 0 കൊടുക്കാം, ഇവിടെ ഒരു 0 കൊടുക്കാം. 0 ഇട്ടതുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. തെറ്റാണ്ടിരിക്കാൻ വേണ്ടി മാത്രം കേട്ടോ, കൂട്ടുമ്പോൾ തെറ്റാണ്ടിരിക്കാൻ. അപ്പോൾ എങ്ങനെ വരിക? 0.09. അപ്പോൾ ഇവിടെ എത്ര വരും? 9 എന്ന് വരും. ഇവിടെ 0 ഉണ്ട്, 2 ഉണ്ട്, 2 ഉണ്ട്. ഇത് കൂട്ടുമ്പോൾ എത്ര വരിക? ഇവിടെ 2 എന്ന് വരും. അടുത്ത ആളെന്ന് പറയുന്നത് ആരാണ്? പോയിന്റ് ആണ്. പോയിന്റ് ഇട്ട് കൊടുത്തു. 4 + 1 എത്രയാണ്? 5 ആണ്.
റെഡിയാണോ? അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് എത്രയാണ്? 5.29 ആണ് കേട്ടോ. 5 എത്ര കിട്ടുന്നത്? 29 നെക്സ്റ്റ് അടുത്ത് ഇതേപോലെ ചെയ്യാം. 8.7ൻ്റെ സ്ക്വയർ. 8.7ൻ്റെ സ്ക്വയറാണ് നമുക്ക് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ എങ്ങനെ വരും എന്ന് പറഞ്ഞ മക്കളെ? 8 സ്ക്വയർ ഇൻറ്റു അല്ല പ്ലസ് കേട്ടോ. 8 സ്ക്വയർ എന്താ വരിക? പ്ലസ്. അടുത്ത 8 സ്ക്വയർ കഴിഞ്ഞല്ലോ, അടുത്ത ആളിലോട്ട് പോകും അല്ലേ? സോ ഇവിടെ എന്ത് വരും? പ്ലസ് വരും കേട്ടോ. അപ്പോൾ 8 സ്ക്വയർ പിന്നെ പ്ലസ് 8 സ്ക്വയർ പ്ലസ് അടുത്തതാണ് 8 ഇൻറ്റു എത്രയാണ്? 0.7 അല്ലേ? അപ്പം ഈ 8.7 എന്ന് പറയുന്നത് 8 പ്ലസ് 0.7 കൂട്ടുന്നതാണ് 8.7 എന്ന് പറയുന്നത്. അപ്പോൾ എത്ര വരിക? 8 ഇൻറ്റു 0.7 ഇൻറ്റു എത്രയാണ്? 2 എന്ന് വരും. ലാസ്റ്റ് എന്താ വരിക? പ്ലസ് 0.7ൻ്റെ എന്താ കണ്ടുപിടിക്കേണ്ടത്? സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. 0.7ൻ്റെ എന്താ കണ്ടുപിടിക്കേണ്ടത്? സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ചെയ്യാം. 8ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 8ൻ്റെ സ്ക്വയർ നമുക്ക് അറിയാലോ എത്രയാണ്? 64 ആണ്. 8ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 64 ആണ്. ദെൻ ഞാൻ പ്ലസ് കൊടുത്തു കേട്ടോ. അടുത്ത ശ്രദ്ധിക്കണം കേട്ടോ. 8 ഇൻറ്റു 2 എത്രയാ? 16 ആണല്ലോ. ഇനി 16നെ 0.7 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് വെറും 7 കൊണ്ട് അങ്ങോട്ട് ഗുണിക്കാം. 16നെ 7 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 16നെ 7 കൊണ്ട് ഗുണിക്കുമ്പോൾ 112 എന്ന് ആൻസർ വരും കേട്ടോ. 112. 7 ഇൻറ്റു 6 6 36, 7 6 42, 2 വന്നു. 7 ഇൻറ്റു 1 എന്ന് പറയുന്നത് 7 തന്നെയാണ്. അപ്പം അതിനോട് 4 കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 11 കിട്ടും. അപ്പോൾ എത്ര കിട്ടുന്നത്? 111. പക്ഷേ ആൻസറിൽ നമുക്ക് ഇപ്പുറത്തോട്ട് എഴുതാനായില്ല. കാരണം എന്താണ്? പോയിന്റ് കഴിഞ്ഞിട്ടുള്ള 0.7 ആണ്. ആ 7നെയാണ് നമ്മൾ പോയിന്റ് ഇല്ലാതെ കൊണ്ടുവന്നിട്ടത്. അപ്പോൾ ആൻസറിലോട്ട് എഴുതുമ്പോൾ എത്ര ആളെ മാറ്റി കുത്തിടണം? പോയിന്റ് ഇട്ട് കൊടുക്കണം, ഒരാളെ മാറ്റിയിട്ട്. അപ്പോൾ ആൻസർ എത്ര വരുന്നത്? 11.2 എന്ന് വരും. പ്ലസ് വീണ്ടും കൊടുത്തു. അടുത്ത് നോക്കിയ മക്കളെ, 0.7നെ 0.7 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ 7 ഇൻറ്റു 7 എന്ന് പറയുന്നത് എത്രയാണ്? ഇങ്ങനെ വരിക കേട്ടോ. 0.7 എന്നുള്ളത് നമുക്ക് 0.7 എന്ന് എഴുതാം കേട്ടോ. അതിനെ ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര വരും നോക്കാം. 7 ഇൻറ്റു 7 എന്ന് പറയുന്നത് 49ന് 9 എഴുതി 4 സൃഷ്ടി കേട്ടോ. 4 ഇൻറ്റു 0, 7 ഇൻറ്റു 0 0 ആണ്, 4 എഴുതി കേട്ടോ. അടുത്തത് 7 ഇൻറ്റു 0 ഇൻറ്റു 7 എന്ന് പറയുന്നത് 0 എന്ന് വരും അല്ലേ? അപ്പോൾ ആൻസർ കിട്ടുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുന്നത്? 0.49 എന്ന് കിട്ടും. കാരണം എന്താ? മൊത്തം എഴുതുമ്പോൾ 0.49 എന്നാണ് കിട്ടുന്നത്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര പേരുണ്ട്? 2 പേരുള്ളത് കൊണ്ടാണ് വലത്ത് നിന്ന് ഞാൻ 2 പേരെ മാറ്റിയിട്ട് കുത്തിട്ടത് കേട്ടോ. അപ്പോൾ എത്ര വരുന്നത്? 0.49 എന്ന് വരും. ഇനി കൂട്ടി കാണിച്ചു തരാവേ. ഇനി നമുക്കിത് കൂട്ടി കാണിച്ചു തരാം. ഇതൊന്ന് വായിക്കട്ടെ. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെയാണ് കൂട്ടുന്നത് നോക്കിക്കുക മക്കളെ. എങ്ങനെയാണ് കൂട്ടുന്നത്? ഇവിടെ കൂട്ടാം കേട്ടോ. ഓക്കെ, ഇവിടെ കൂട്ടാവേ. അപ്പോൾ 64 ഫസ്റ്റ് കിടക്കുന്നത് അല്ലേ? ഇങ്ങനെയും ചെയ്യാം കേട്ടോ. നമുക്ക് ലാസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ചെയ്യാം കേട്ടോ. 0.49. ഓക്കെ, അടുത്തത് 11.20. 11ൻ്റെ 1 0ൻ്റെ താഴെ വരാവുള്ളേ. അടുത്ത 64 എന്ന് പറയുന്നത് ഇവിടെ വരും കേട്ടോ. ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഇനി പോയിന്റ് കഴിഞ്ഞിട്ട് തെറ്റാണ്ടിരിക്കാൻ 2 0 കൂടെ കൊടുക്കുക. ഇവിടെ മുകളിൽ ഒരു 0 കൂടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ വരും. അപ്പോൾ 9 അതുപോലെ ഇറക്കി എഴുതുക. പിന്നെ 4 + 2 എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. പോയിന്റ് അതുപോലെ ഇറക്കി എഴുതുക. 4 + 1 എന്ന് പറയുന്നത് എത്രയാണ്? 4 + 1 എന്ന് പറയുന്നത് 5 ആണ്. 6 + 1 എന്ന് പറയുന്നത് എത്രയാണ്? 7 ആണ്. അപ്പോൾ ആൻസർ നമുക്ക് എത്ര കിട്ടുന്നത്? 75.69 എന്ന് കിട്ടും അല്ലേ? ആൻസർ എത്ര കിട്ടുന്നത്? 75 എത്രയാണ്? 69. സിമ്പിളായിട്ട് ചെയ്യായിരുന്നു അല്ലേ? 75.69. റെഡിയാണോ? ഇനി അടുത്തതിലേക്ക് പോവാം കേട്ടോ. അടുത്ത എത്രയാണ്? 10.1. സിമ്പിളാണ് അല്ലേ? 10.1 എങ്ങനെയാണ് ചെയ്യുന്നത്? 10.1ൻ്റെ സ്ക്വയർ കാണണം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? 10ൻ്റെ സ്ക്വയർ പ്ലസ് 10 ഇൻറ്റു 0.1 ഇൻറ്റു 2. റെഡിയാണോ? അടുത്ത എത്ര വരും എന്ന് പറഞ്ഞേ? പ്ലസ് 0.1ൻ്റെ സ്ക്വയർ. അപ്പോൾ 10ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. 100 പ്ലസ് 10 ഇൻറ്റു 2 എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ് കേട്ടോ. 10 ഇൻറ്റു 2, ഈ 10ഉം ഈ 2 ഗുണിച്ചാൽ 20 കിട്ടും. 20നെ നമുക്ക് എന്ത് ചെയ്യാം? 20 ഇൻറ്റു വെറുതെ 1 കൊണ്ട് അങ്ങോട്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 20 ഇൻറ്റു 20 എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 20 ഇൻറ്റു 1 എന്ന് പറയുന്നത് 20 തന്നെയാണ്. ഇനി പോയിന്റ് സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് 1 ആണല്ലേ? 0.1 ആണ്. അതാണ് വെറും 1 നമ്മൾ എഴുതി ഗുണിച്ചത് അല്ലേ?
അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ലാസ്റ്റ് വലത്ത് നിന്ന് ഒരാളെ മാറ്റിയിട്ട് കുത്തിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എത്ര വരിക? 2. അപ്പോൾ ഇവിടെ നമുക്ക് വെറും 2 എന്ന് കിട്ടും. ദെൻ അടുത്തത് പ്ലസ് കൊടുക്കുക. അടുത്തത് 0, 1 അല്ലേ? 0.1നെ 2 പ്രാവശ്യം എഴുതി ഗുണിക്കണം. അത് നമുക്ക് പോയിന്റ് മാറ്റി വെറും 1 എന്ന് കൊടുത്തിട്ട് 0.01 0 1 0 1 കൊടുത്തിട്ട് ഗുണിക്കുക കേട്ടോ. 1 × 1 1 ആണ്. 1 × 0 0 ആണ്. 1 × 0 0 0 ശരിയല്ലേ? അപ്പോൾ 1 0 0 എന്ന് വരും. അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് എത്ര പേരെ മാറ്റി കുത്തിടണം? 2 പേരെ. 2 പേരെ എന്ന് വരാനുള്ള കാരണം എന്താണ്? 0.1 × 0.1 ആണ്. പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരാളുണ്ട്, പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരാളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 2 പേരെ മാറ്റി കുത്തിടുന്നത് കേട്ടോ. അപ്പോൾ 0.01 എന്ന് എഴുതുക. ഇനി നമുക്ക് കൂട്ടാം. എങ്ങനെ വരും? 100 + 2. പിന്നെ അടുത്ത് എത്ര വന്നേക്കുന്നത്? 0.01 എന്നാണ് വന്നേക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെയും പോയിന്റ് കഴിഞ്ഞിട്ട് 2 0 ചേർത്ത് കൊടുക്കുക. ഈ പ്ലസ് മിസ് അങ്ങ് വായിക്കുകയാണ്, ഇത് പോയിന്റ് ആക്കി കേട്ടോ. ഇവിടെയും തെറ്റായിരിക്കാൻ 2 0 അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 1 വരും, 0 വരും, പോയിന്റ് വരും, 2 വരും, 0 വരും, 1 വരും. റെഡിയാണോ? ഓക്കെ. അപ്പോൾ ആൻസർ നമുക്ക് എത്ര കിട്ടുന്നത്? 102.01. റെഡിയാണോ? ഓക്കെ. അപ്പോൾ ഇവിടെ എഴുതി വെക്കുക കേട്ടോ. 102.01. ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാവുള്ളേ. ഈ കൂട്ടുന്നതിൽ കുറേ കുട്ടികൾ തെറ്റിച്ച് വെക്കുന്നതാണ് കേട്ടോ. അടുത്തത് 12.5. ഇത് ഇതേപോലെ ചെയ്യാം. 12ന്റെ സ്ക്വയർ പ്ലസ് അടുത്ത എത്ര വരും? 12 എന്ന് പറയുന്നത് 12 × 0.5 × 2 പ്ലസ് അടുത്ത എത്ര വരെ വരുന്നത്? 0.5ന്റെ സ്ക്വയർ. റെഡിയാണോ? ഇത് മിസ് ഇനി പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, നിങ്ങൾക്ക് ഗുണിക്കാൻ കിട്ടുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഗുണിക്കാനും കൂട്ടാനും. അപ്പം 144 പ്ലസ് അടുത്ത എത്ര വരും? 12. 12 സ്ക്വയറാണ് നമ്മൾ ചെയ്തത് അല്ലേ? അപ്പം 12 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 24 അല്ലേ? ഓക്കെ. 12 × 2 എന്ന് പറയുന്നത് 24. ദെൻ 24നെ നമ്മൾ 0.5 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടാൻ കിട്ടുക? നമുക്ക് നോക്കാം കേട്ടോ. 24 × 5 അപ്പോൾ എത്രയാ? 5 × 4 എന്ന് പറയുന്നത് 0, 20 ആണ് അല്ലേ? 2 സിസ്റ്റം വരും. 5 × 2 2 തന്നെ 12. 5 × 2 10 ആണ്. 10 + 2 എന്ന് പറഞ്ഞാൽ 12 ആണ്. എത്ര സ്ഥാനം മാറ്റി കുത്തിടണം? ഒരാളെ. 0.5 അല്ലേ ഒരാളെ? അപ്പോൾ ഇവിടെ എത്ര തന്നെ വരും? 12 പ്ലസ് 0.5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 0.25 ആണ് കേട്ടോ. 0. എത്രയാണ്? 25. ഇനി ഇവരെല്ലാം കൂടെ കൂട്ടുമ്പോൾ 186.25 എന്ന് വരും കേട്ടോ. സിമ്പിളായിരുന്നു. ഇനി ഒന്നുകൂടെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അടുത്ത എത്രയാണ് നോക്കിക്കേ? 15ന്റെ സ്ക്വയർ ആണ്. 15.7ന്റെ സ്ക്വയർ. അപ്പോൾ ഇത് ഒന്നുകൂടെ നമുക്ക് ചെയ്ത് നോക്കാം. 15 സ്ക്വയർ പ്ലസ് 15 × 0.7 × 2 പ്ലസ് അടുത്ത എത്ര വരിക? 0.7ന്റെ സ്ക്വയർ എന്ന് വരും. റെഡിയാണോ? ഓക്കെ. 15ന്റെ സ്ക്വയർ എത്രയാണ്? 225 ആണ്. പ്ലസ് 15 × 2 എന്ന് പറഞ്ഞാൽ 30 ആണ് അല്ലേ? 15 × 2 30 ആണ്. 30നെ 7 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 7 × 3 21 ആണ് അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 120 എന്ന് കിട്ടും. എത്ര സ്ഥാനം മാറ്റി കുത്തിടണം? ഒരാളെ മാറ്റി കുത്തിട്ടാൽ മതി. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരാളേ ഉള്ളൂ. അപ്പോൾ 21.0 പ്ലസ് 0.7ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 0.49 ആണ്. റെഡിയാണോ? ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടണം അല്ലേ? കൂട്ടുമ്പോൾ എങ്ങനെ വരും? 225 പ്ലസ് അടുത്ത എത്രയാണ്? 21.0 ആണ് അടുത്ത് വന്നേക്കുന്നത് അല്ലേ? അടുത്ത എത്ര വന്നേക്കുന്നത്? 0.49. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ളതൊരു പോയിന്റ് കഴിഞ്ഞിട്ട് തന്നെ കൊണ്ട് എഴുതാവുള്ളൂ കേട്ടോ. ഇടയിൽ കൊണ്ടുപോയിട്ട് എഴുതി വെച്ചിട്ട് തെറ്റിക്കരുതേ. ഓക്കെ. അപ്പോൾ കൂട്ടുമ്പോൾ എങ്ങനെ കൂട്ടുമെന്ന് പറഞ്ഞേ? 0.09 തന്നെ വരും. 0.04 തന്നെ വരും. അത് കഴിഞ്ഞ് പോയിന്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അതിന് പോയിന്റ് ഉള്ളത് കൊണ്ട് ദാ ഇവിടെ ഒരു പോയിന്റ് കൊടുത്തു കേട്ടോ. 5 + 1 എന്ന് പറയുന്നത് 6 ആണ്. 2 × 2 4 ആണ്. 2 അതുപോലെ ഇറക്കി എഴുതുക. അപ്പോൾ എത്ര നമുക്ക് ആൻസർ കിട്ടുന്നത്? 246 ആണ് കേട്ടോ. 246.49. സിമ്പിളല്ലേ ചെയ്യാൻ? നന്നായിട്ട് ചെയ്തു പഠിക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അടുത്ത പേജിൽ എന്ത് കിടപ്പുണ്ട്? കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസുമായിട്ട് മിസ് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്താൽ മതി. മിസ് എന്തായാലും റിപ്ലൈ തരും കേട്ടോ. ഓക്കെ. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം.